ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത് തന്നെയാണ്. ഉച്ചയ്ക്ക് 3 മണിയോടെ ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് വിവരം. തുടർന്ന് ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് ഈ സംഘത്തെ എത്തിക്കും. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നുണ്ട്. അജയ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രതീക്ഷയുള്ളൊരു പ്രഭാതമാണിത്. അത് ഒരു ഇന്ത്യക്കാരൻ, ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാൾ, ഒരു സാധാരണക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ തന്റെ പ്രവൃത്തി പരിചയവുമായി തിരികെ ഭൂമിയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ആക്സിയം 4 എന്ന ദൗത്യം തന്നെ വളരെ സുപ്രധാനമാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ദൗത്യം എന്ന നിലയിൽ ഇന്നലെ വൈകിട്ടോടെ അൺഡോക്കിംഗ് പൂർത്തിയായി ഭൂമിയിലേക്ക് പുറപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് നാസയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? എല്ലാം കൃത്യമായി തീരുമാനിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ടോ? ശ്രീജ, ഇതുവരെ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇപ്പോൾ ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അൺഡോക്കിംഗ് സമയത്ത് കമ്മ്യൂണിക്കേഷനിലുണ്ടായ ചെറിയ പിഴവ് കാരണം ഒരു 10 മിനിറ്റ് ഈ അൺഡോക്കിംഗ് ഡിലേ ആയിരുന്നു. ആ ഒരു ഘട്ടം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളും ശുഭകരമായി തന്നെ നടന്നിരുന്നു. 4 ഘട്ടത്തിലുള്ള അതിൻ്റെ എഞ്ചിനുകൾ ജ്വലിപ്പിക്കുന്ന നടപടികൾ എല്ലാം പൂർത്തിയായി ഇപ്പോൾ ഭൂമിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മടങ്ങി വരവിൽ ഇനി 2 തവണ കൂടി എൻജിൻ ജ്വലിപ്പിക്കണം. അത് ഡി ഓർബിറ്റൽ പ്രക്രിയ ആരംഭിക്കുമ്പോഴാണ്. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ഈ പേടകത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന പ്രക്രിയയിലാണ് ഈ ഒരു 2 തവണ ഡി ഓർബിറ്റൽ നടപടികൾക്കായിട്ട് എൻജിൻ ജ്വലിപ്പിക്കേണ്ടത്. അതിനുശേഷം ഇത് നമ്മൾ പറഞ്ഞതുപോലെ കാലിഫോർണിയ തീരത്തിനടുത്തുള്ള പസഫിക് സമുദ്രത്തിൽ ഇത് സ്പ്ലാഷ് ഡൗൺ ചെയ്യും. അതിനുശേഷം ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക ടെക്സസിലേക്കാണ്. ഇവരെ ആദ്യം ഈ ഒരു പേടകം അത് ക്രെയിൻ വഴി ബോട്ടിലേക്ക് മാറ്റും. ആ ബോട്ടിൽ നിന്ന് ഇവരെ ഹെലികോപ്റ്റർ മാർഗമാണ് ടെക്സസിലേക്ക് എത്തിക്കുക. ടെക്സസിൽ ജോൺസൺ സ്പേസ് സെന്ററിലാണ് ഇവരെ 7 ദിവസത്തെ പ്രത്യേക നിരീക്ഷണത്തിൽ ഇവരെ വയ്ക്കും. പ്രത്യേക ഡോക്ടർമാരുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് വരിക. ഇന്ത്യക്ക് വേണ്ടി ചെയ്ത പ്രത്യേക 7 പരീക്ഷണങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ കൊണ്ടുപോയത്. അതിൻ്റെ സാമ്പിളുകൾ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ നിരവധി പ്രത്യേകതകൾ ഈ ദൗത്യത്തിനുണ്ട്. ഇന്ത്യ, അതുപോലെ പോളണ്ട്, ഹംഗറി തുടങ്ങിയിട്ടുള്ള രാജ്യത്തെ പ്രതിനിധികളെ ഒരു 4 ഡിക്കേഡ്സിന് ശേഷം ബഹിരാകാശത്ത് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യേകത ഈ മിഷനുണ്ട്. അതുമാത്രമല്ല 60 പരീക്ഷണങ്ങൾ ഈ ഒരു ദൗത്യത്തിൽ ഈ ബഹിരാകാശ സഞ്ചാരികൾ ചെയ്തു. അത് 31 രാജ്യങ്ങളിൽ നിന്നുള്ള 60 പരീക്ഷണങ്ങളാണ് ഈ ദൗത്യത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ തദ്ദേശീയമായിട്ടുള്ള പരീക്ഷണങ്ങളുമുണ്ട്. ഇത്രയധികം പരീക്ഷണങ്ങൾ ഒരു സ്വകാര്യ ദൗത്യത്തിൽ പൂർത്തീകരിക്കുന്നത് ഇത് ആദ്യമാണെന്ന് തന്നെ പറയാം. അങ്ങനെ പലതരത്തിലുള്ള ഒരു പ്രത്യേകതകളുണ്ട്. മാത്രമല്ല, ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയുമാണ്. ഗഗൻയാൻ ദൗത്യത്തിലാണെങ്കിലും ഇന്ത്യയുടെ ഭാവിയിലുള്ള ബഹിരാകാശ നിലയ പദ്ധതിക്കാണെങ്കിലും ഈ ശുഭാംശു ശുക്ല ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരീക്ഷണങ്ങളിലെ വിവരങ്ങളെല്ലാം തീർച്ചയായിട്ടും നിരീക്ഷണ വിധേയമാക്കേണ്ടതുണ്ട്. അതിനെല്ലാം ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ്. ഇന്ന് 3 മണിക്ക് തന്നെ സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് വിവരം. ചിലപ്പോൾ ഇത് നേരത്തെ ആകാനും സാധ്യതകളുണ്ട്. മണിക്കൂറിൽ 26,400 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന പേടകത്തിൻ്റെ ഒരു സ്പീഡ് ഇനി ഘട്ടം ഘട്ടമായി കുറച്ച് കൊണ്ടുവരണം. ഇന്ന് തന്നെ ഇത് എല്ലാം നമുക്ക് ശുഭകരമായിട്ടുള്ള വാർത്ത കേൾക്കാനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീജ. ഈ പരീക്ഷണങ്ങൾ അജയ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യവുമായിട്ട് നേരിട്ടൊന്നും നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ പോലും ശുഭാംശു ശുക്ലയെ പോലെ ഒരു ബഹിരാകാശ യാത്രികന്റെ എക്സ്പീരിയൻസ് നമുക്ക് പലതരത്തിലും പ്രയോജനപ്പെടും. അത് ആ മേഖലയിൽ മാത്രമല്ല, ഈ ശരീരത്തിൻ്റെ ഘടനയിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരുപക്ഷെ ഭാവിയിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷണങ്ങൾ, എത്രയോ കാലമായി നടന്നു വരുന്ന ചില പരീക്ഷണങ്ങളുടെ തുടർച്ചയായി വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതിൽ ശുഭാംശു ശുക്ല ഒരു പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നിർണായകമാണ്, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഇന്ത്യയുടെ നിർണായകമായിട്ടുള്ള 7 പരീക്ഷണങ്ങളാണ് ശുഭാംശു ശുക്ല നടത്തിയിട്ടുള്ളത്. ഇവയിൽ ഏറ്റവും പ്രധാനം ഈ വിത്തുകൾ മുളപ്പിക്കുക. ബഹിരാകാശത്ത് 6 വ്യത്യസ്ത തരം വിത്തുകളുമായിട്ടാണ് ശുഭാംശു ശുക്ല എത്തിയത്. ഈ വിത്തുകളെ ബഹിരാകാശത്തെ 0 ഗ്രാവിറ്റി അന്തരീക്ഷത്തിൽ മുളപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു നിർണായകമായിട്ടുള്ള കാര്യം അത് ശുഭാംശു ശുക്ല ചെയ്തു കഴിഞ്ഞു. ഇനി ഈ മുളപ്പിച്ച വിത്തുകളെ ഭൂമിയിലേക്ക് എത്തിക്കും.
അത് ഭൂമിയിലെ അന്തരീക്ഷത്തിൽ അവയെ വളർത്തിയെടുത്ത് അവയുടെ ഓരോ ഘട്ടവും നിരീക്ഷിക്കും. അത് ബഹിരാകാശത്ത് മുളപ്പിച്ചെടുത്ത വിത്തുകളുടെ ഭൂമിയിലെ വളർച്ച എപ്രകാരമാകും എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇതിലൂടെ നടത്തുക. ഇതുവഴി തന്നെ ഭാവിയിൽ ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അത് ബഹിരാകാശത്തെ സാഹചര്യത്തിൽ എങ്ങനെ ചെടികളെ വളർത്തിയെടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ശുഭാംശു ശുക്ല ഏറ്റവും കൂടുതൽ സമയമെടുത്ത് നടത്തിയിട്ടുള്ള പരീക്ഷണമായിട്ടുള്ള മസിൽ സെൽസിൻ്റെ അതുപോലെ തന്നെ ബോൺ സെൽസിൻ്റെ മാറ്റങ്ങൾ വരുന്ന പരീക്ഷണങ്ങൾ, അതായത് ബഹിരാകാശത്തെ സീറോ ഗ്രാവിറ്റിയിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിൽസിന് അത് ഭാരം നഷ്ടപ്പെടും, മസിൽസിനും സ്കെൽറ്റൻസിനും ഭാരം നഷ്ടപ്പെടും. അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക അതിൻ്റെ സാമ്പിളുകളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പിളുകൾ തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ശുഭാംശു ശുക്ല അദ്ദേഹം ഹാം റേഡിയോ വഴി വിദ്യാർത്ഥികളുമായി സംവദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ബഹിരാകാശത്തെത്തിയപ്പോൾ സ്പേസ് സിക്നസ് അനുഭവപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ബഹിരാകാശത്ത് ഒരുപാട് സമയം ചെലവഴിക്കുന്ന സഞ്ചാരികൾക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇവയെ അതിജീവിക്കാനായി എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ള കാര്യങ്ങളാണ് ഇവയിലൂടെ പഠിക്കുക. മാത്രമല്ല ഇത് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തിനും ഒരു നിർണായകമായിട്ടുള്ള കണ്ടുപിടുത്തം തന്നെയാണ്. പ്രായമായവർക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എല്ലുകളുടെയും അതുപോലെ തന്നെ മസിൽസിൻ്റെയും ഒക്കെ ബലക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബലക്ഷയത്തിന് ആവശ്യമായിട്ടുള്ള ചികിത്സയും ഈ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് ഭാവിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ ബഹിരാകാശത്തുള്ള ബാക്ടീരിയകളുടെ വളർച്ച, പിന്നെ സിംഗിൾ സെൽസ് ഓർഗാനിസത്തിൻ്റെ അതിൻ്റെ വളർച്ച, പിന്നെ പ്രകാശ സംശ്ലേഷണം എപ്രകാരമാണ് ബഹിരാകാശത്ത് നടക്കുന്നത്. അതുമാത്രമല്ല കമ്പ്യൂട്ടർ സ്ക്രീനുകൾ ഉപയോഗിക്കേണ്ട വിധം ബഹിരാകാശത്തുള്ളത് പ്രത്യേകതരം ഇത്തരത്തിൽ കമ്പ്യൂട്ടർ സ്ക്രീനുകൾ നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ മൊബൈൽ സ്ക്രീനിലാണെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലാണെങ്കിൽ നോക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവലിൽ മാറ്റം വരാറുണ്ട്. ഇത് ബഹിരാകാശത്ത് വെച്ച് എപ്രകാരമാണ് എന്നുള്ള നിരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല നടത്തുന്നുണ്ട്. ഇതനുസരിച്ച് ബഹിരാകാശത്ത് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രത്യേക കമ്പ്യൂട്ടറുകളും സ്ക്രീനുകളും തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാനും ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള 7 പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല നടത്തുന്നുണ്ട്. മൊത്തം സംഘം നടത്തുന്നത് 60 പരീക്ഷണങ്ങളാണ്. 31 രാജ്യങ്ങളിലെ 60 പരീക്ഷണങ്ങൾ. ഇത്തരത്തിൽ തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ 580 പൗണ്ട് അടങ്ങിയ നിർണായകമായിട്ടുള്ള വിവരങ്ങളും കൊണ്ടാണ് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഇവർ സ്പ്ലാഷ് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ശ്രീജ. അജയ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ നമുക്കൊക്കെ ഇപ്പോൾ സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള ഘട്ടങ്ങൾ ഇതെല്ലാം നമുക്ക് പരിചിതമായത് സുനിത വില്യംസിൻ്റെ മടങ്ങി വരവോടെയാണ്. നമുക്ക് അതേക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടിയത്. നമ്മുടെ ഒരു ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത്തരം ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും, അവരുടെ ശരീര ഘടനയ്ക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ അന്ന് നമ്മൾ കണ്ടതാണ് ഈ സ്പ്ലാഷ് ഡൗണിന് ശേഷം അവരെ നേരിട്ട് സ്ട്രെച്ചറിലേക്ക് കൊണ്ടുപോകുന്നതും ജോൺസൺ സെൻറ്ററിലേക്ക് മാറ്റുന്നതുമൊക്കെ. അതേ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെയാണോ ഇവരും കടന്നു പോകേണ്ടി വരിക? ഇവർക്ക് വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമാണ്, ഒരു 18 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് സമാനമായ രീതിയിൽ ഈ സീറോ ഗ്രാവിറ്റിയിൽ ജീവിച്ച് തിരിച്ചു വന്നതിന് അന്ന് കണ്ടതിന് സമാനമായ രീതിയിൽ തന്നെയാണോ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ? തീർച്ചയായിട്ടും അതേപോലെയുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇന്നും പിന്തുടരാൻ പോകുന്നത്. ഇത് ഒരുപക്ഷെ ശുഭാംശു ശുക്ലയ്ക്കും അതുപോലെ തന്നെ സ്ലാവോ സുസ്നാവിസ്കിക്കും എല്ലാം ഇതൊരു പുതിയ അനുഭവമാണെങ്കിലും കൂടെയുള്ള പെഗി വിറ്റ്സന് അവർ നിരവധി തവണ ഇതിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്സിയം സ്പേസ് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ പെഗി വിറ്റ്സനും അതുപോലെ ശുഭാംശു ശുക്ലയും ഒന്നിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ശുഭാംശു ശുക്ല ഇതെല്ലാം തൻ്റെ പുതിയ ആദ്യമായി അനുഭവിക്കുന്നതാണെന്ന് പറയുമ്പോൾ പെഗി വിറ്റ്സൺ ഇപ്പോൾ ഒരു അനുഭവ സമ്പത്തുള്ളയാൾ, ഇപ്പോൾ സുനിത വില്യംസിനേക്കാൾ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ള വനിത കൂടിയാണ് പെഗി വിറ്റ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരുപാട് സമയം ഇതിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ശുഭാംശു ശുക്ലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവം തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ പെഗി വിറ്റ്സനോടൊപ്പമുള്ള ആ വീഡിയോയിൽ അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞിരുന്നു, ബഹിരാകാശത്ത് ആദ്യം സീറോ ഗ്രാവിറ്റി അനുഭവിച്ചപ്പോൾ തനിക്ക് ആദ്യം ഒരു കൗതുകവും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. തിരിച്ച് ഭൂമിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് ശരീരത്തിനുള്ള ഉണ്ടാകുന്ന മാറ്റങ്ങളെന്നറിയാൻ താൻ കൗതുകത്തോടെ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഇവർ ആദ്യം ഈ സ്പ്ലാഷ് ഡൗൺ ചെയ്തതിന് ശേഷം ഈ സ്പേസ് ക്യാപ്സ്യൂൾ ആണ് ക്രെയിൻ മാർഗം ഇവരുടെ സ്പേസ് എക്സിൻ്റെ ഷിപ്പിലേക്ക് മാറ്റുക. ഈ ഷിപ്പ് അത് നേരെ ഷിപ്പിൽ നിന്ന് ഇവരെ എയർലിഫ്റ്റ് ചെയ്ത് നേരെ ടെക്സസിലേക്കാണ് കൊണ്ടുപോവുക. ടെക്സസിലുള്ള ജോൺസൺസ്
സ്പേസ് സെൻറ്ററിലേക്ക് ഇവരെ 7 ദിവസത്തെ നിരീക്ഷണങ്ങളിൽ പാർപ്പിക്കും. ഇതും അതേപോലെ അതിന് സമാനമായി തന്നെ ഇവരെ സ്ട്രക്ചറിൽ സ്പേസ് ക്യാപ്സ്യൂളിൽ നിന്ന് അതേപോലെ തന്നെയായിരിക്കും പുറത്തേക്ക് എടുക്കുക. ഇതെല്ലാം നമുക്ക് ഇന്ന് തത്സമയം കാണാനാകും. 3 മണിക്കാണ് സ്പ്ലാഷ് ഡൗൺ സമയം അറിയിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നേരത്തെ ആകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് മുൻപേ തന്നെ ഇപ്പോൾ സ്പേസ് ആക്സിയം സ്പേസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നാസയുടെ ആണെങ്കിൽ ലൈവ് ഫീഡ്സ് നമുക്ക് ലഭ്യമാകും. ശ്രീജ, ശരി. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. 3 മണിയോടെ ആക്സിയം 4 ദൗത്യ സംഘം തിരികെ ഭൂമിയിലേക്കെത്തും. കാലിഫോർണിയൻ തീരത്തിനോടടുത്ത് പസഫിക് സമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. ഇതൊക്കെ നമുക്ക് കേട്ടുപരിചയമുണ്ട്, നമ്മൾ കണ്ടതാണ്. നേരത്തെ സുനിത വില്യംസും ബോറിസ് ജോൺസണും അവർ രണ്ടുപേരും കൂടെ എത്തിയ സമയത്ത് നമ്മൾ ഈ ഒരു പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ് ഈ സ്പ്ലാഷ് ഡൗൺ, അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിക്കുക എന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഈ ആക്സിയം 4 ദൗത്യ സംഘത്തിനും അതേ നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടി വരിക. എല്ലാം ഇതുവരെ ഓക്കെയാണ്, നിശ്ചയിച്ചത് പ്രകാരം തന്നെ നടക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളും അതേപടി ശുഭകരമായ ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.